നമ്മുടെ സദ്യയിൽ സാമ്പാറിന്റെയും അവിയലിന്റെയും ഒക്കെ അത്രയും തന്നെ പ്രാധാന്യമുള്ള ഒരു കറിയും കൂടിയാണ് ഇഞ്ചിക്കറി. നമ്മുടെ പുളിയിഞ്ചി കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നന്നായിട്ട് കുറുകി വന്നിരിക്കുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടി കൂടി വരികയുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുളിയിഞ്ചി വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും. അതൊക്കെ തൊലി കളഞ്ഞ് ഇതേപോലെ പൊടിയായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരേ കനത്തിൽ ഒരേ അളവിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് മുരിഞ്ഞ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേണ്ടത് പുളിയാണ്. 2 നാരങ്ങാ വലിപ്പത്തിലുള്ള വലിയ നാരങ്ങാ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് ഒരു 3 കപ്പ് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം പുളി അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് കുത്തി എരിഞ്ഞ് അതേപോലെ തന്നെ ഒന്നും ഫ്രൈ ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നോളും. അപ്പോൾ ആദ്യമേ തന്നെ പുളി വെള്ളത്തിലിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പതുക്കെ ചൂടൊക്കെ കയറി വരുമ്പോഴേക്കും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ശരിക്കും പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ ഒന്നും മൊരിയിച്ചെടുക്കുക. കണ്ടതായി ഇതേപോലെ ശരിക്കും എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്നും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി പകുതിയായിട്ട് തന്നെ വന്നെന്ന് പറയാം അല്ലേ. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ ഒരു 3 വറ്റൽമുളകും 4 കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും 2 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് നന്നായിട്ട് മാറ്റി ശരിക്കും ഒന്നും കൂടെ ഇതേപോലെ വഴറ്റിയെടുക്കണേ. നല്ലോണം തന്നെ നമ്മുടെ ഉള്ളിയുടെ പച്ചമുളകൊക്കെ ഒന്നും കൂടെ മാറ്റിയെടുക്കാം. ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരേ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ഒരുപാടൊന്നും വേണ്ട കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ മാത്രം മതി. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ പൊടിച്ചതും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ തന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സായി വന്നതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയമൊക്കെ ആണെങ്കിലും പുളിയൊക്കെ നന്നായിട്ട് കുതിർന്ന് ശരിക്കും ഒന്നുകൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം മാത്രം മതിയാവും നമ്മുടെ പുളിവെള്ളമൊക്കെ ആണെങ്കിലും റെഡി ആയിട്ട് വരാനായിട്ട്. ഇനിയിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ ഇഞ്ചിപ്പുളിക്കും അതേപോലെ തന്നെ ഇഞ്ചിക്കറിക്കുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. ഇത്രയും പുളിയും ചേർക്കില്ല, അതേപോലെ തന്നെ ഇത്രയും ശർക്കരയും കൂടി നമ്മൾ ചേർക്കില്ല കേട്ടോ. നമ്മുടെ പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മധുരത്തിലുള്ള ഇഞ്ചിക്കറിയായിട്ട് വരും. മറ്റേതെന്ന് പറയുന്നത് മധുരം ഒട്ടും ഉണ്ടാവില്ല. ഇഞ്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും നല്ലോണം മുന്നിട്ട് നിൽക്കുന്നത്. കുറച്ച് എരിവൊക്കെ ആയിട്ട് മുന്നിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഇഞ്ചിക്കറി. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ശരിക്കും ഒന്നും കൂടി തിളപ്പിച്ച് ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുക്കണം. അപ്പോൾ കുറച്ചധികം നേരം തന്നെ ഇതേപോലെ ഒന്ന് തിളച്ച് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തന്നെ കുറുകിയതായി ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരുന്ന നല്ലൊരു അടിപൊളി പുളിയിഞ്ചി കറി തന്നെയാണ്. ശരിക്കും നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് വരും കേട്ടോ. ശരിക്കും ആ ഒരു തൊടുകറിയുടെ ആ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇത്ര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എല്ലാവരും നമ്മുടെ സദ്യക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടതാ ഈ ഒരു കട്ടിയായിട്ട് തണുത്ത് വീഴുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.